അഴകൊഴുകുന്ന കുട്ടിപ്പാട്ടുകാരുടെ പോരാട്ട വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു ജോസ്കോ ജെല്ലസ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ പവർഡ് ബൈ അപ്പോളോ ചൗക്കത്ത് ദേവ് സ്നാക്സ് ഫൈബർ ടെക്നോളജി ഉള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് വിള്ളലും പായലും പമ്പ കടക്കും. സംഗീത വസന്തത്തിൽ കുട്ടിപ്പാട്ടുകാർക്ക് സ്നേഹവാത്സല്യങ്ങളേകാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം എം ജെ അങ്കിൾ, മധുചേട്ടൻ, അനു ചേച്ചി, ഋതുമാമൻ. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയ്ക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്, 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. പാട്ടിന്റെ അലകടലിൽ സ്നേഹത്തിരയാവാൻ നമ്മുടെ വൈഷ്ണവി കുട്ടി എത്തുന്നു. വെൽക്കം വൈഷ്ണവി കുട്ടി ഓൺ സ്റ്റേജ്. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തി തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പി വാ തുമ്പക്കുടത്തി തുഞ്ചത്തായി ഊഞ്ഞാലിടാം. വിരിക്കാൻ കൂടെ നിവർത്തും സൗവർണ വസന്തം, തണൽ വിരിക്കാൻ കൂടെ നിവർത്തും സൗവർണ വസന്തം. എൻ മഞ്ചാണി മോഹങ്ങൾ, മഞ്ചാണി മോഹങ്ങൾ വിതറി വീഴും വസന്തം, തണൽ വിരിക്കാൻ കൂടെ നിവർത്തും സൗവർണ വസന്തം.
വൈഷ്ണവി പണിക്കർ. പല്ലില്ലാത്ത മോണകാട്ടി ചിരിച്ചുകൊണ്ട് ടോപ്പ് സിംഗർ വേദിയെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കിയ അമ്മൂമ്മക്കുട്ടിയാണ് വൈഷ്ണവി പണിക്കർ. കുറുമ്പുണർത്തിയ പാട്ടിനൊപ്പം മലയാളികൾ ഏറ്റുവാങ്ങിയ ഈ കുസൃതി പാട്ടുകാരി പലവട്ടം ഗംഭീര പെർഫോമൻസിലൂടെ വിധികർത്താക്കളെ തന്നെ ഞെട്ടിച്ചു. കുട്ടിപ്പാട്ടുകാരോടൊപ്പം കൂട്ടുകൂടിയ അമ്മമാരുടെ പൂമൊട്ടാണ് വൈഷ്ണവി കുട്ടി. പാട്ടിന്റെ കുട്ടിത്വവുമായി ടോപ്പ് സിംഗറിന്റെ ക്വാർട്ടർ ഫൈനൽ റൗണ്ടിൽ വൈഷ്ണവി പണിക്കർ എത്തുമ്പോൾ അത് കാണാൻ തന്നെ എന്തൊരു ചേലാണ്. ആഹാ, ഇന്ന് കലക്കിയിട്ടുണ്ടല്ലോ. നാട്ടു പെൺകുട്ടിയെ പോലെ ഉണ്ട്. നാടൻ പെൺകുട്ടിയെ പോലെ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പാവാട ഇങ്ങനെ പിടിച്ചു വരുമായിരുന്നല്ലോ. നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിടിക്കാൻ, പാവാട ഇങ്ങനെ പിടിച്ചു വരാൻ. വിളിക്കണ്ടേ വിധുമാമ, അപ്പം ഞാൻ ഇന്ന് പാവാട ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്നേനെ. ഞാൻ ഇവിടെ നിങ്ങോട്ട് തലയിൽ വെച്ചേക്കണ പൂവും കൊള്ളാം. അത് മാച്ചിങ് ആണ്. പക്ഷെ എന്നാലും വെയിറ്റ് കുറഞ്ഞോ? കുറച്ച് മെലിഞ്ഞു പോയോ? ഡ്രസ്സിന്റെ ആയിരിക്കും അല്ലേ? മോള് കുറച്ച് ഡയറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ? വെള്ളരിക്ക ഒക്കെ കഴിച്ചിട്ട് അല്ലേ? ആണോ? എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. എന്ത് സിറ്റപ്സ് പൊന്ന് ചക്കര, അതിനൊന്നും ആവശ്യമില്ല. അത് കൊള്ളാം. ബ്രീത്തിങ് എക്സസൈസ്, എക്സസൈസ്, പിന്നെ ഹാൻഡ് എക്സസൈസ്. ബട്ട് കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, എനിക്ക് ആ ഡിഫറൻസ് കാണുന്നു. അപ്പൊ എന്തായാലും ടോട്ടലി സുന്ദരി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഏത് പാട്ടാ മോളെ ഇന്ന്? ഞാൻ ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള സിനിമയിലെ മാനത്തെ മുല്ലിക്കുന്നുള്ള കല്യാണം. അപ്പൊ ചക്കരെ പാടുകല്ലേ? സൂപ്പർ അല്ലേ? ഓൾ ദ ബെസ്റ്റ് ചക്കരെ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം, കല്യാണം. തൊഴികൾ താരകൾ കാതിൽ പറഞ്ഞല്ലോ പിന്നാരം. നാണം നിറഞ്ഞു തൊടുത്തു വിരിഞ്ഞു പെണ്ണിന് വെണ്ണില പുഴയിൽ കുളിച്ചു. മോഹത്തിരകൾ വെണിയിലിളകും പെണ്ണിന് പുലരി സുഗന്ധം പൊരട്ടെ ഒരുങ്ങി. സ്വപ്നങ്ങൾ നേട പൂഞ്ചേലയണിഞ്ഞു. മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം, കല്യാണം. തൊഴികൾ താരകൾ കാതിൽ പറഞ്ഞല്ലോ ചൊല്ലടി കാർത്തുമ്പി പെണ്ണേ ചൊല്ലടി, ചൊല്ലടി ചൊല്ലടി കാർത്തുമ്പി പെണ്ണേ ചൊല്ലടി. മഴവിൽ വള്ളകൾ അണിഞ്ഞും വാർക്കുഴലും മുക്കിലും അടഞ്ഞും മൃദുവിരല ശിശിരം സുറുമ സഖിക്ക് മിഴിനീരെഴുതി. മഴവിൽ വള്ളകൾ അണിഞ്ഞും വാർക്കുഴലും മുക്കിലും അടഞ്ഞും മൃദുവിരല ശിശിരം സുറുമ സഖിക്ക് മിഴിനീരെഴുതി. അനുരാഗം പൊൻവാസന്തം പോലെ അവളൊരുങ്ങി മലർവാസം അത് നിറചന്ദ്രിക പോലെ. ഇന്നിവ ചാര്യമിന്നുമയത്തും മാനന്നാരാണ് നീ. മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം, കല്യാണം. തൊഴികൾ താരകൾ കാതിൽ പറഞ്ഞല്ലോ പിന്നാരം. ചൊല്ലടി 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 പെണ്ണിന് നീലക്കടലുള്ള സാരിയും വാങ്ങി സന്ധ്യയോട് തിരി പൊന്നും വാങ്ങി. ആരുടെ കല്യാണം? നീ എങ്ങു പോകുന്നു, നീ എങ്ങു പോകുന്നു? മൃദുലതലങ്ങൾ വിടർത്തി മധുനുകുരനണയും ശലഭം
കരം പിടിച്ചു ഹൃദയവാതിൽ തുറന്ന് മിഴിക്കോമ്പി നിൽക്കും. മൃദുലതലങ്ങൾ വിടർത്തി മധുനുകരണയും ശലഭം കരം പിടിച്ചു ഹൃദയവാതിൽ തുറന്ന് മിഴിക്കോമ്പി നിൽക്കും. പകരും രാക്കുളിരിൽ പ്രിയ പ്രേമാമൃതമാണ് നീ ചൊരിയും പുലർമഞ്ഞിൽ അതുരാഗാമൃതമാണ്. ഇന്നിവൾ ചേരും മന്മഥനാരും അവനെ നീ കണ്ടു ചൊല്ലു നീ. മനത്തി മുല്ലയ്ക്ക് ഇന്നലെ കല്യാണം കല്യാണം തോഴികൾ താരകൾ കാതിൽ പറഞ്ഞാലോ കിന്നാരം ചൊല്ലണം നിറഞ്ഞു തൊടുത്തു വിരിഞ്ഞു പെണ്ണിന് വെണ്ണില പുഴയിൽ കുളിച്ചു തിരകൾ മെനിയിലിളകും പെണ്ണിനു പുലരി സുഗന്ധം പുരട്ടെ ഒരുങ്ങി പൊൻകസവാലെ സ്വപ്നങ്ങൾ നെയ്ത പൂഞ്ചേലയണിഞ്ഞു. മനത്തെ മുല്ലയ്ക്ക് ഇന്നലെ കല്യാണം കല്യാണം തോഴികൾ താരകൾ കാതിൽ പറഞ്ഞാലോ കിന്നാരം നന്നാരെ 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 ചൊല്ലടി. ആ നമ്മുടെ ചങ്ങായി വന്നല്ലോ, എന്റെ മോള് വന്നല്ലോ. എന്തോ അച്ഛാ മീനുട്ടിക്കുട്ടി. എന്തോ ഉമ്മ. ഉമ്മ അച്ഛാ Yes. ഉമ്മച്ചനാ. ഉമ്മ അച്ഛാ ഉമ്മച്ചാ. ഉമ്മ അച്ഛാ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ, അതൊക്കെ നമ്മൾ തമ്മിൽ അങ്ങനെ അതെ അങ്ങനെ പലതും പറയും. ആ. ശരി, ഉമ്മച്ചനും കൊച്ചിച്ചനും ഒക്കെ തുടങ്ങണം. ആ ശരി. മീനുട്ടി, എന്തോ വെൽക്കം ടു ദ ക്വാർട്ടർ ഫൈനൽസ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 1. വെൽക്കം വെൽക്കം. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ ഇന്ന് ക്വാർട്ടർ ഫൈനൽ തുടങ്ങുകയാണ്. അപ്പൊ ക്വാർട്ടർ ഫൈനലിൽ ആരെത്തി എന്നാണ് അതിന്റെ അർത്ഥം? വൈഷ്ണവി വൈഷ്ണവിക്കുട്ടി ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുന്നു. ചെലവ് ചെലവ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ വളരട്ടെ, വളർന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് ആകാശം വരെ അങ്ങ് എത്തട്ടെ, അല്ലേ? അപ്പൊ നമ്മുടെ അമ്മൂമ്മ ഇന്ന് ഇങ്ങനെ പാടി. കൊള്ളില്ലായിരുന്നു. അയ്യോ അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അയ്യോ, നോക്കട്ടെ, കൊള്ളാമെന്ന്. നമ്മുടെ ലിറ്റിൽ പ്രിൻസസ് അല്ലേ? ലിറ്റിൽ പ്രിൻസസ് എന്ത് ചെയ്താലും അത് മനോഹരായിരിക്കും. പാടിക്കഴിഞ്ഞാൽ മനോഹരായിരിക്കും, സംസാരിച്ചാൽ മുത്തുപൊഴിയുന്ന പോലെ ഉണ്ടായിരിക്കും. അപ്പൊ കൊള്ളൂലായിരുന്നു എന്ന് ഒരിക്കലും പറയല്ലേ. അങ്കിളിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലെ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ കൊള്ളൂലായിരുന്നു പറയരുത്. അയ്യോ, കണ്ണൻ എന്ത് ചെയ്താലും അത് സഭാഷ് എന്നാ പറയേണ്ടത്. അപ്പൊ എങ്ങനെ പാടി? അതാ അങ്ങനെ പറയണം കേട്ടോ. ഓക്കെ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾക്കണം. അതായത് ആ കല്യാണം അത് ശ്രുതി ഏതായിരുന്നു? ആ അതാണ് കല്യാണം. വളരെ താഴെയായിരുന്നു. മനത്തെ മുല്ലയ്ക്ക് ഇന്നലെ കല്യാണം കല്യാണം ഇത് കൊള്ളാം. കല്യാണം പാടി. കല്യാണം 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 ആണോ? കല്യാണം കല്യാണം ആണോ? അങ്ങനെയാണോ? കല്യാണം. പാപ്പാസാണോ? കല്യാണം കല്യാണം അതാണോ? നമ്മൾ തീരുമാനിച്ചു പാപ്പാസാണ്. അപ്പൊ പപ്പാസ. ഓക്കെ. ഇപ്പോഴാണ് അത് പദസ അല്ല, പാപ്പാസാണ്. മനസ്സിലായോ? എന്ത് കല്യാണം മനസ്സിലായി? പാപ്പാസ. എന്ത് മനസ്സിലായി? പാപ്പാസ ആണെന്ന് മനസ്സിലായി. പാപ്പാസ അല്ല, പാപ്പാസ. പാപ്പാസ. അയ്യോ, ആദ്യമായിട്ടാണ് മിനുക്കുട്ടി പാടിയെന്ന്. അത് ശ്രുതിയാണ് കാരണം. അത് അവസാനം. ഈ പല്ലവിയുടെ അവസാനത്തെ ഒരു സംഗതി ഉണ്ടല്ലോ. നണം നിറഞ്ഞു തൊടുത്തു വിരിഞ്ഞു പെണ്ണിന്ന് വെണ്ണില പുഴയിൽ കുളിച്ചു പോരുന്നേ പൊൻകസവാലെ സ്വപ്നങ്ങൾ നെയ്ത പൂഞ്ചേലയണിഞ്ഞു. ഈ ശ്രുതിയിൽ വന്നപ്പോഴുണ്ടല്ലോ, അതെപ്പോഴാണ് ഇത് കറക്റ്റ് കേൾക്കുന്നു. ശരിയായത്. ഇപ്പൊ സൂപ്പർ സഭാഷായി. അതെ. പിന്നെ മിഴി നീളെ ഒഴുകി.
കൊള്ളാലോ ഇത്. ഇപ്പൊ അതിന് രണ്ടാമത്തെ മേളില് പാടുന്നുണ്ടല്ലോ. ആ മിഴിനീലെഴുതി മിഴിനീലെഴുതി അത് കുറച്ചുകൂടെ ക്ലാരിറ്റി പാടാൻ പറ്റൂലേ? ഇത് ആര് ഇങ്ങനെയൊക്കെ പാടണേ? ചന്ദ്രഭാഗ്യ എത്ര ചേരുന്നുണ്ടെന്ന് അറിയാമോ ഈ വള? ഈ നല്ല മാച്ചിങ്. ഓന് മാച്ചിങ് മാച്ചിങ്. എന്റെ ചേച്ചിയുടെ ചേച്ചിയുടെ ആണോ? ചേച്ചിയുടെ പേരെന്താ? സ്നേഹ. അപ്പൊ അങ്കിൾ ഒരു കാര്യം ചെയ്യട്ടോ, അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മുടെ ചുന്ദരിക്കുട്ടിക്ക് അങ്കിളുടെ വക ഒരു നെക്ലേസ് എടുത്ത്. അപ്പൊ ചോദിച്ചേ, മധുനോട് ചോദിച്ചേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. പിച്ച് പാടുന്നതിന് മുമ്പ് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള പിച്ചിൽ മോള് സെലക്ട് ചെയ്യണം. സ്വകാര്യമായി പോയി കല്യാണം, തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ വിളിച്ച പോലെയായി കല്യാണത്തിന്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ പാടുന്നതിന് മുമ്പ് മോള് ശ്രുതി ഏതാണ് കംഫർട്ടബിൾ, ഇതിൽ റേഞ്ച് അനുസരിച്ച് എത്രത്തോളം മോള് സ്ട്രെയിൻ തോന്നാത്ത രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റും എന്നുള്ള രീതി ഉണ്ടെങ്കിൽ ആ ശ്രുതി സെലക്ട് ചെയ്ത് പാടണം. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അമ്മമ്മ ഇവിടെ വാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് നമ്മള് പാട്ട് പാടി കഴിഞ്ഞിട്ട് എങ്ങനെ പാടിയെന്ന് കേട്ടപ്പോ കൊള്ളൂല്ല എന്ന് പറഞ്ഞു. അത് വളരെ എനിക്ക് തോന്നി മോൾക്ക് എത്രയോ ബ്യൂട്ടിഫുൾ ആയ ഡിഫിക്കൽട്ട് സോങ്സ് പാടിയിട്ടുണ്ട് മോള്. പക്ഷെ ഇന്ന് ഈ പാട്ട് കുറച്ച് സിമ്പിൾ തന്നെയാണ് മോളിന്റെ കഴിവിന് നോക്കുമ്പോൾ. അപ്പൊ എന്താണ് ഇങ്ങനെ ഇത് റേഞ്ച് കറക്റ്റ് ആയില്ല, താഴെ കേൾക്കുന്നില്ല, സംഗതിന്റെ ക്ലാരിറ്റി കിട്ടിയില്ല, ഇത് അമ്മൂമ്മയ്ക്ക് എന്താണ് എന്തെങ്കിലും ഒരു ദൃഷ്ടി പോലെ ആയോ എന്ന് എനിക്കങ്ങനെ പെട്ടെന്ന് എനിക്ക് തോന്നി. എന്താടാ അത്, ഈ പാട്ട് വേണമായിരുന്നു അങ്ങനെ തോന്നി. പക്ഷെ മോള് കറക്റ്റായിട്ട് പറഞ്ഞു അങ്ങനെ കൊള്ളില്ല. മോള് പാടിയപ്പോൾ ആദ്യം ടേക്കിൽ പാടിയപ്പോൾ എനിക്കും തോന്നി അയ്യോ ഇത് നമ്മുടെ അമ്മൂമ്മ ഇല്ലല്ലോ എന്ന്. പക്ഷെ ഇവിടെ വന്ന് പാടിയപ്പോൾ വീണ്ടും അമ്മൂമ്മ ആയി. ഒരുപാട് സമയം അസാധ്യമായിട്ട് പാടി കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് റിഹേഴ്സലിൽ പാടി നോക്കുമ്പോൾ വളരെ താഴെ പോയ ഒരു നോട്ട് മുകളിൽ വെച്ച് നമ്മൾ പാടി നോക്കാം. യു ഡിഡ് എ ബ്രില്യന്റ് ജോബ്. താങ്ക് യു. ആദ്യം തന്നെ സുന്ദരിയായിരുന്നു. പിന്നെ ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് വെച്ചത്. നമ്മളൊരു പാട്ടെടുക്കാൻ നേരത്ത് അതിന്റെ ഏറ്റവും ബേസിൽ പോകുന്നതും ഒന്ന് പാടി നോക്കുക, കേൾക്കുന്നുണ്ടോ. ഇപ്പൊ നേരത്തെ മക്കൾ പാടിയപ്പോൾ കല്യാണം കുറച്ച് കാറ്റ് വന്നു അല്ലേ, കേട്ടില്ല. അപ്പൊ ബേസ് പോകുമ്പോൾ അപ്പൊ നോക്കുക. അങ്ങനെ പിച്ച് ഒരു ഹൈ നോട്ട് കൊടുക്കുന്നതിന് മുമ്പ് നോക്കുക ആ പാട്ടിൽ വേറെ ഏതാ ഏറ്റവും ഹൈ നോട്ട്സ് പോകുന്നതെന്ന് നോക്കിയിട്ട് അതൊന്ന് പാടി നോക്കണം. അതൊന്ന് പാടി നോക്കിയിട്ട് അത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോൺഫിഡൻസോടുകൂടി അതങ്ങ് സ്വിച്ച് ചെയ്യും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, നമ്മൾ ഈ ക്വാർട്ടർ ഫൈനലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ പെർഫോമൻസിനും ഓരോ സ്പെഷ്യൽ ടിപ്പ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മാറി മാറി ഓരോ കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ദിസ് സ്പെഷ്യൽ ടിപ്പ് കംസ് ഫ്രം മീ, വൈഷ്ണവിക്കുട്ടിയുടെ ഇത്രയും പെർഫോമൻസും എല്ലാം ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്കിളിന് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഒറിജിനൽ പിച്ചിൻ്റെ കുറവ് ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യണ്ട, അതിൽ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്താൽ മതി. വൈഷ്ണവിക്കുട്ടിക്ക് കുറച്ച് സ്ട്രെയിൻ ഉള്ളത് ബേസ് റേഞ്ചിലാണ്. മേളിലോട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ആകാശം പോലെ ഇങ്ങനെ ഉയർന്നങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മൾ താഴോട്ട് അതിനെ പിടിച്ച് വലിക്കണ്ട. അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യും, പിച്ച് കൂട്ടി ഒരു നോട്ടോ അര നോട്ടോ കൂടി കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പ് ബാൻഡിലെ ചേട്ടന്മാരത്തും പറയാം. സോ ദാറ്റ്സ് എ ടിപ്പ് ഫോർ ടുഡേ. വിധു, എന്താണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞിനുള്ളത്? വൈഷ്ണവിക്കുട്ടി is going to be awarded a double wow. ആടിയൊരു വൈഷ്ണവിക്കുട്ടി പുക്കുറ്റി. അമ്മൂമ്മക്കുട്ടി is going to be awarded a double wow today. Wow! Wow! That's super. Oh, thank you, Vaishnavi Kutti. Ta-ta. Ta-ta.